2026 ഈസ്റ്റർ കാലം ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയ്ക്ക് വലിയൊരു ആത്മീയ ഉണർവിന്റെ നിമിഷങ്ങളായിരുന്നു. വിവിധ രൂപതകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം റെക്കോർഡെണ്ണം ആളുകളാണ് ഇത്തവണ കത്തോലിക്ക സഭയുടെ ഭാഗമായത്. വെറുമൊരു മതമാറ്റത്തിനപ്പുറം ആഴമായ ദൈവാനുഭവത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവങ്ങളാണ് സഭയിലേക്ക് പുതുതായി എത്തിയവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. അമേരിക്കൻ മെറൈൻ കോർപ്സ് വെറ്ററനായ ജോഷുവ മൈക്കിളിന്റെ അനുഭവം ഏറെ ശ്രദ്ധേയമാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹം സഭയിലേക്ക് മടങ്ങിയെത്തിയത്. കഴിഞ്ഞ വർഷം 4 നേത്ര ശസ്ത്രക്രിയകൾക്ക് വിധേയനാകുകയും 7 മാസത്തോളം വിശ്രമത്തിലായിരിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം തന്റെ വീടിനടുത്തുള്ള കത്തോലിക്ക പള്ളിയെക്കുറിച്ച് അന്വേഷിച്ചത്. തന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഈ മടങ്ങിവരവെന്ന് അദ്ദേഹം പറയുന്നു. ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒന്ന് ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടു. അത് നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമാണെന്ന് അദ്ദേഹം തൻ്റെ അനുഭവം പങ്കുവച്ചു. തൻ്റെ ചിന്താഗതികളെ പൂർണ്ണമായി മാറ്റിമറിച്ച ആ നിമിഷത്തിന് ശേഷം സെപ്റ്റംബറിൽ OCIA കോഴ്സിൽ ചേരുകയും ഈ ഈസ്റ്റർ രാത്രിയിൽ കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്ത ജോഷുവ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും താൻ നന്ദിയുള്ളവനാണെന്ന് കൂട്ടിച്ചേർത്തു. പ്രേയിങ് ആക്ട്രസ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന മറ്റൊരു യുവതിയും തൻ്റെ സന്തോഷം പങ്കുവച്ചു. കത്തോലിക്ക സഭയിലേക്കുള്ള കടന്നുവരവ് അക്ഷരാർത്ഥത്തിൽ വീട്ടിലേക്ക് എത്തിയതുപോലെയാണെന്ന് തനിക്ക് തോന്നുന്നു എന്നാണ് അവർ പങ്കുവച്ചത്. ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ഭാഗമായതിൽ തനിക്ക് വലിയ അഭിമാനമുണ്ടെന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ വർഷവും ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ സഭയിലേക്ക് ആകൃഷ്ടരാകുന്നത് കത്തോലിക്ക സഭയുടെ സാർവത്രികമായ സ്വീകാര്യതയെയും കൂദാശകളിലൂടെ ലഭിക്കുന്ന ആത്മീയ സംതൃപ്തിയെയുമാണ് കാണിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെച്ച ഇവർക്ക് സഭ എന്നത് വെറുമൊരു പ്രസ്ഥാനമല്ല, മറിച്ച് ആത്മീയമായ ഒരു തറവാട് കൂടിയാണെന്നും അവർ പറയുന്നു.